പ്രഭ വന്നല്ലോ, ഞാൻ പോയി കഥ തുറന്നിട്ട് വരാം. അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? പ്രഭ വെറൊരു പാവമാണ്. അയ്യോ ചേട്ടാ, എന്നെ കണ്ട കുഴപ്പമാ. ഞാൻ പുറകുവശത്തോടെ പോയിക്കൊള്ളാം. ഞാൻ പോയി തുറക്കട്ടെ? അയ്യോ വേണ്ട ചേട്ടാ, ഞാനിവിടെ നിൽക്കുന്നവരുടെ ചേട്ടനും കുഴപ്പമാ. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് ചേട്ടാ, ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലെ അനുഭവങ്ങളുണ്ടാ പറയുന്നത്. ഓ അങ്ങനെയാണോ? എന്നാൽ ആഹാ, ഇന്ന് പ്രാക്ടീസ് ആയിരുന്നോ? പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാം. സിനിമയ്ക്കോ? ഇന്നോ? ശരി, നീ പോയി കുളിച്ച് റെഡിയായി വാ. കുളിക്കാനോ? കുളിച്ച് റെഡിയായി വാ. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. സത്യം പറയൂ. പറയാനാ പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞതാ സത്യം. എന്റെ പാട്ട് കേൾക്കാൻ ആ കുട്ടി വന്നത്. അവൾ എന്നെ ആരാധിക മാത്രമാണ്. ആരാധികമാരെ കട്ടിലിനടിയിലെത്തിയാണോ പാട്ട് കേൾപ്പിക്കുന്നത്? അവൾ നീ വന്നപ്പോ പേടിച്ച് കട്ടിനടി കയറി കിടന്നു പോയതാ. മുഖത്ത് നോക്കി കള്ളം പറയാൻ തുടങ്ങിയോ? അയ്യോ, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മുഖത്ത് നോക്കി കള്ളമേ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രവർത്തിക്കും. മടുത്തു, നിങ്ങളടുത്ത് ജീവിതം മടുത്തു. തുറന്നു പറയൂ, ഞാൻ മാത്രം പോരെ നിങ്ങൾക്ക്? എന്റെ പൊന്നു പ്രഭേ, നീ എന്നൊന്ന് വിശ്വസിക്കൂ. എന്റെ പാട്ട് കേൾക്കണമെന്നും പറഞ്ഞു വന്ന അവളെ ഞാൻ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു. അതൊരു തെറ്റാണോ? അവൾ നിന്നെ പേടിച്ച ആ കട്ടിൽ അടിയെ കയറി കിടന്നത്. എനിക്ക് ആ പെണ്ണ് എന്റെ സിന്ധുമോളെ പോലെയാ. പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിങ്ങൾ എന്തിനാ കൂടെ കൂടെ മരിച്ചു വരെ പിടിച്ച് സത്യം ചെയ്യുന്നത്? അല്ലാതെ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും? എനിക്കിപ്പോ വിശ്വാസമായി. നോക്കൂ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാ മതി. ഞാൻ ഒരിക്കലും അങ്ങ് സംശയിക്കരുതായിരുന്നു. അങ്ങ് എന്നോട് ക്ഷമിക്കൂ. എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ട് സംഭവിച്ചതല്ലേ. ഇനി ഒരിക്കലും എന്റെ പ്രഭ ദുഃഖിക്കേണ്ടതില്ല. പ്രഭേ, വയറ്റിനെന്താ സുഖമില്ലേ? നീ ദഹിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? കണ്ട കപ്പയും പുളിയും ചക്കയും ഒക്കെ വലിച്ചു വാരി തിന്നിട്ടായിരുന്നു. അല്ല, ഇന്നെന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? വിശേഷമൊക്കെ ഉണ്ട്. ഞാൻ ആരാണെന്നാണ് വിചാരിച്ചത്? എന്റെ എല്ലാം. അതിലുമുപരി ഞാനൊരു ഗായകൻ കം മ്യൂസിക് ഡയറക്ടർ. ഈ കമ്മെന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ചാൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. കിട്ടും, ഇപ്രാവശ്യം കിട്ടും. പുതുമുഖങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ ഇന്ന് ഹോട്ടൽ പാരഡൈസിൽ വരുന്നു. ഞാൻ അയാളെ കാണാൻ പോവുക. ചിലപ്പോ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും. അയ്യോ, സത്യമാണോ? ചേട്ടന് സിനിമ ചാൻസ് കിട്ടുമോ? എന്റെ ശബ്ദം കേട്ടാൽ ഏത് കൊലകൊമ്പനാ വീഴാത്ത. പാടുക മാത്രമല്ല, സംഗീത സംവിധാനവും നടത്തും. എന്റെ ദൈവമേ, എല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാ. ആണല്ലോ. പിന്നല്ലാതെ. എങ്കിൽ 50 രൂപ എടുക്ക്. 50 രൂപയോ? അതെന്തിനാ? ഇരിക്കട്ടെ, ഒരു വഴിക്കിറങ്ങുന്നതല്ലേ. തരാം തരാം. സാറിന്റെ പടം എന്നാ കളറില്ല? കളറ്. അല്ല, വേറൊരു സാർ എനിക്ക് ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂസിലും കളറില്ല. അതിന്റെ ഡാലിയെ കലക്കും. ശരിയാണോ സാർ? ശരിയാണ്, ഞാനല്ലേ പറയുന്നത്. വില്ലന്മാരുടെ ശല്യം. നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം. നമസ്കാരം സർ.
സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഉം. എന്റെ പേര് രവിപ്രസാദ്. നല്ലൊരു ഗായകനാണ്. ആഹാ. നല്ലതാണോ ചീത്തയാണോ നിങ്ങളല്ലേ അവിടെ തീരുമാനിക്കുക? അല്ല സർ, സർട്ടിഫിക്കറ്റുള്ള ആ, വലിയ കാര്യമായി. ആ, ഇരി. ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോ സംഗീതത്തിന് കിട്ടിയത്. ഫാൻസി ഡ്രസ്സിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാർ നന്നായി മ്യൂസിക് കമ്പോസ് ചെയ്യാനും അറിയാം. നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കുറെ ഒക്കെ പാടട്ടെ സാർ. ഹലോ, നിർത്തൂ. ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. രവിപ്രസാദ്, ഈ ശാസ്ത്രീയ സംഗീതം കണ്ടുപിടിച്ചതാരാ? ഹലോ, ഇങ്ങോട്ട് ഇവിടെ ആരാ? സാർ, ഈ ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഏതെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചതല്ല. അത് അനവധി വർഷങ്ങളിലൂടെ കുഴിച്ചെടുത്തായിരിക്കും. നിങ്ങൾക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. ശങ്കര ആഭരണ ശാസ്ത്രീയം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ശങ്കരാഭരണ ശാസ്ത്രികൾ കണ്ടുപിടിച്ച ശാസ്ത്രമാണ് ഈ ശാസ്ത്രീയ സംഗീതം. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണല്ലോ ഈ ശങ്കര ആഭരണം എന്ന മലയാള സിനിമ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പുരാണ ചിത്രങ്ങൾ കാണണം മിസ്റ്റർ. നിങ്ങൾ ഈ ഗായകനാണ്, മ്യൂസിക് ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ് ഈ ഫയലും തൂക്കി പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഫിഗറൊന്നും കൊടുത്തിരിക്കൂ. ഒരു ചാൻസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയിക്കോളൂ. മനസ്സിലായില്ലേ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ, യേശുദാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമാണ്. ഒരഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം അങ്ങോട്ട് പറയാ. ഹലോ ഹലോ, അപ്പൊ ഞാന് അവിടെ വെയിറ്റ് താഴെ നിൽക്കും. ഞാനിപ്പോ വരാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കും. എന്റെ പ്രൊഡ്യൂസർ താഴെ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാം. സാറേ, എന്റെ കാര്യം അത് ഞാനൊന്ന് രക്ഷപ്പെട്ടെ, എന്നിട്ടല്ലേ നിങ്ങളെ കാര്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സിനിമാ നടി ഡാലിയ. ഡാലിയ? സിനിമ നടിയോ? അതെ, ഞാനിപ്പോൾ ഫീൽഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈയിടെ റിലീസായ കുളിക്കുന്ന സുന്ദരി കണ്ടോ? അതിലാരായിട്ട്? ഇന്റർവെല്ലിന് ശേഷം നായികയും കൂട്ടുകാരികളും ആറ്റിലിറങ്ങി കുളിക്കുന്ന ഒരു സീനുണ്ടല്ലോ. നായികയുടെ പിറകിൽ അഞ്ചാമതായി കുളിക്കുന്നത് ഞാനാ. ഓ, ഇത് നിങ്ങളുടെ ഭാര്യയാണോ? ഭാര്യയല്ല, പക്ഷേ ഒരു പക്ഷേയില്ല. നടക്കണം. കോൺസ്റ്റബിൾ, രവിപ്രസാദിനെ കൊണ്ടുവരൂ. ഇവിടെ ഒപ്പിടും. ഇവിടെ നിങ്ങളിവിടെ ഒപ്പിടും. ഇനി മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്. ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? സാർ, ഞാൻ വെക്കോ. ടാക്സി വെയിറ്റ് ചെയ്യൂ. പ്രഭേ, സത്യമായിട്ട് മനസ്സറിയാത്ത കാര്യത്തിന് എന്നെ പോലീസ് പിടികൂടിയത്. പ്രഭേ, പ്ലീസ്. ആ ഡയറക്ടർ എന്ന് പറഞ്ഞവൻ രക്ഷപ്പെടാൻ വേണ്ടി അതിനെ കരുവാക്കിയതാണ്. എന്റെ മണ്ടയ്ക്കറ്റമേ, ഇനി എങ്ങനെ ഞാൻ സത്യം വിശ്വസിപ്പിക്കും? പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിർത്ത. നിങ്ങൾക്ക് ലജ്ജയില്ലേ മരിച്ചുവരെ പിടിച്ച് സത്യം ചെയ്യാൻ? നിങ്ങളുടെ സ്ഥിര ഇടമാണിത്. മതിയായി. നിങ്ങളുടെ ഭാര്യയെ ജീവിച്ചെനിക്ക് തൃപ്തിയായി. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വേണം കണ്ടോക്ക് കൊണ്ട് കൊടുക്കാൻ. അയ്യോ പ്രഭേ, അതാ പോലീസുകാരൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അയ്യോ പോകരുത് പ്രഭേ. പ്രഭേ, നീ പോകരുത്. എന്നെ വിട്ട് നീ പോകരുത്. ദോ, നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനാണ് ഞാൻ നിരപരാധിയാണ്.
ഞാൻ വീണ്ടും പറയുകയാണ്, നിന്നാണ് മണ്ടയ്ക്കട്ട് അമ്മച്ചിയാണ് നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പ്രഭേ, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ജീവിതകാലത്ത് ഒരിക്കലും നീ എന്നെ വിട്ടുപിരിയരുത്. എനിക്കത് സഹിക്കാനാവില്ല. ഇല്ല രവിയേട്ട, ഇനി എന്ത് സംഭവിച്ചാലും രവിയേട്ടനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ടാക്സി അയച്ചിട്ട് വരട്ടെ. പോയിക്കോളൂ. ഒരു 10 രൂപ കൊടുത്തേ. 25 രൂപയോ? അത് കൂടുതലാ. അതുകൊള്ളാം. ടാക്സി വിളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്താ പ്രഭേ? ഞങ്ങൾക്ക് 25 രൂപ ആണെന്ന്. മിസ്റ്റർ, ഇതുകൂടെ കൊല്ലുന്ന ചാർജാ. അപ്പോഴേ സാറേ, ഓശാരൊന്നുമല്ല, പെണ്ണ് കേസിന് പിടിച്ച സാറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ചാർജാ. പ്രഭേ, രൂപ കൊടുത്തേക്ക്. നമ്മൾ എന്തിനാ ഇവരുമായി വഴക്കുണ്ടാക്കുന്നത്? നമുക്ക് അന്തസ്സൊക്കെ ഇല്ലേ? രൂപ കൊടുത്തേക്ക്. നടക്ക്. എന്തിനാ രവിയേട്ട വല്ല നോക്കോർത്ത് വിഷമിക്കുന്നത്? എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ടാണ് സംഭവിച്ചത്. എന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ, എന്റെ സ്വപ്നം സഫലമാക്കാൻ ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. എന്റെ പാട്ട് കേൾക്കാൻ ജനങ്ങൾ കൊതിക്കുന്ന ഒരു കാലമുണ്ടാകും പ്രഭേ. ഇപ്പോ ചേട്ടന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. സത്യമാണ്. സത്യം. ഞാൻ പാടും. എന്നാ ഞാൻ കേൾക്കും. ഹായ് ചേച്ചി, എത്ര നാളെ ചേച്ചിയെ കണ്ടിട്ട്. ചേച്ചി കുറച്ച് നന്നായിട്ടുണ്ട്. ആ പാട്ട് സാറേ, സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ ആ പ്രഭ ചേച്ചിയുടെ ഇളയമ്മയുടെ മകൾ മാലതി. കളിയാക്കാതെ. ഞങ്ങളുടെ കല്യാണ ദിവസം കണ്ടതാണെങ്കിലും മാലതി ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ആശാൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? ചലിക്കതടി. അപ്പോഴേ എന്റെ എഴുത്ത് എന്ന് കിട്ടി സാറേ? ഇന്നലെ. അപ്പൊ മുതൽ പ്രഭ കാത്തിരിപ്പ. ഇല്ലെങ്കിലേ വിവരം അറിയും. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പരമസുഖം. എപ്പോഴാ വരുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. ഈ വയറും വലിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ടെന്ന് കരുതി തന്നെയാ കൃത്യസമയം അറിയിക്കാത്തത്. ആ, ഇന്ന് സാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കണം. പാടിയില്ലെങ്കിലേ വിവരം അറിയും. എന്റെ മാലതി, പാട്ടും കൂത്തൊക്കെ പിന്നെയാവാം. നീ പോയി കുളിച്ചിട്ട് വന്ന് കാപ്പ് കുടിക്കാൻ നോക്ക്. അത് പറ്റില്ല ചേച്ചി. കുളിയും ചെപ്പും ഒക്കെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മേ, തോറ്റു. ഇതിലൽപ്പം കുഴഞ്ഞ കേസാ. ഈ ഒച്ചം ബഹളമൊക്കെ ഉള്ളൂ. ആള് പാവാ. പോട്ടെ. ഈശ്വര രക്ഷിക്കണേ. നിന്റെ ഈ പ്രകൃതം ഒന്നും ഇതേവരെ മാറിയില്ലേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ്. എന്നെ പിടിച്ചൊന്നും കെട്ടിക്കണ്ടേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല. ദേ, എന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ. ആട്ടെ, നിന്റെ പ്രേമൊക്കെ ഉടൻ വരായി. ഓ, ഞാൻ അയാളെ അങ്ങ് തഴഞ്ഞു. അതെന്താ? ഓ, ഒരു മണുമണപ്പൻ. ആണിന്റെ ഒരു ഗുണവുമില്ല. പോരെങ്കി സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്. ഹോപ്പ്ലെസ് കേസ്. ആ, ഇനി പറ, എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി? നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല. അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി ഇവിടെ. അത് പറ്റില്ല. ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിലേ വിവരം. അപ്പോഴേ പാട്ടുകാരൻ ചേട്ടാ, രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരിപാടി. ഇനി ഇത് കുടിച്ചിട്ടാവട്ടെ. കുടിച്ചില്ലെങ്കിലേ വിവരം അറിയും. ആ, അത് പറ്റുമല്ല. ഈ സമയത്ത് വേണം വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. ഒന്ന് പോടി. ആ, വാതറിഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ലോണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കരക്കുട്ടം വയറ്റി കിടന്ന് ഇൻകുലാബ് വിളിക്കും. അപ്പോഴേ കൊച്ചിന്റെ ചോ സാറും പ്രവചിച്ച പോലെ ആയാലോ? കിളി കൊത്തുന്നത് പോലെ കിള്ളിപ്പറിച്ച് തിന്നാലൊന്നും പറ്റുകയില്ല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം. പടിയൊന്ന് പോരട്ടെ.
കഴിക്കു ചേട്ടാ. എനിക്ക് മതിയായി. ദേ, കഴിച്ചില്ലെങ്കിലേ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. ഇത് മതി.